ബിനു, കേരളം ചർച്ച ചെയ്ത ആദ്യത്തെ ദുരഭിമാന കൊലയാണ് കെവിൻ്റേത്. ഉം. നീനുവായിട്ടുള്ള പ്രണയബന്ധവും അതിന് വീട്ടുകാരെ എതിർത്തതിനെ തുടർന്നാണ് കെവിൻ കൊല്ലപ്പെടുന്നത്. ഒരുപക്ഷെ മാധ്യമ ജാഗ്രത ഇല്ലായിരുന്നെങ്കിൽ ഇതും മൂടിവെക്കപ്പെടുമായിരുന്നു. ഇപ്പോൾ നീനുവിന് ഒരു ജീവിതം ഉണ്ടായേക്കുന്നു. നീനുവിനും അതേപോലെ കെവിനും നീതി കിട്ടി അല്ലേ? തീർച്ചയായിട്ടും. അതായത് തമിഴ്നാട് അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ദുരഭിമാന കൊലകളുണ്ട്. അതൊന്നും പുറം ലോകം അറിയുന്നില്ല. കേരളത്തിൽ ഇത്തരത്തിൽ ഒരു സംഭവം ആദ്യമായിട്ടാണ്. മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇത്തരത്തിൽ ഈ കൊല പുറം ലോകം അറിയുന്നത് ആദ്യമായിട്ടാണ്. 2018 മെയ്യിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് നീനു എന്ന കുട്ടി കെവിൻ എന്ന ചെറുപ്പക്കാരനെ പ്രണയിക്കുകയും പിന്നീട് അവർ ഒരുമിച്ച് പോകാൻ തീരുമാനിക്കുകയും പിന്നീട് അവരെ വിളിച്ചു വരുത്തി കോടതിയിൽ വന്നപ്പോൾ കെവിൻ്റെ കൂടെ പോകാനാണ് താല്പര്യം എന്നറിയിച്ചു. പക്ഷേ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാമെന്നുള്ള ഉറപ്പിന്മേൽ നീനുവിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോരുകയും പിന്നീട് കെവിനെ ഒരു വാഹനത്തിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നീനുവിന് ഭയങ്കര മാനസിക പ്രയാസം ഉണ്ടാക്കുകയും നീനു പിന്നീട് കെവിൻ്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്തു. ഇത്രയും കാലം വരെ കെവിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിച്ച് പഠിക്കുകയൊക്കെ ചെയ്തത്. അതായത് താൻ മൂലം ഒരു മാതാപിതാക്കൾക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി തൻ്റെ മാതാപിതാക്കളല്ല ഇവരാണ് എൻ്റെ മാതാപിതാക്കളെന്ന് പറഞ്ഞുകൊണ്ടാണ് നീനു ആ കുടുംബത്തോടൊപ്പം താമസിച്ചത്. ആ കുടുംബം നീനുവിനെ വളരെ ഭംഗിയായി നോക്കുകയും ഒക്കെ ചെയ്തു. അത് മാത്രമല്ല, ഈ കേസിന്റെ വിചാരണ വേളയിൽ നീനുവിന്റെ മൊഴി വളരെ പ്രധാനമായിരുന്നു. അതെ, ഈ കെവിന്റെ വീട്ടുകാർക്ക് അനുകൂലം അല്ലെങ്കിൽ തന്റെ വീട്ടുകാരെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മൊഴി കൊടുത്തത്. അതും കേസിൽ വളരെ നിർണായകമായിരുന്നു. തീർച്ചയായും തൻ്റെ അച്ഛനെയും സഹോദരനെയും ഒക്കെ എതിർത്തുകൊണ്ടുള്ളൊരു മൊഴിയാണ് നീനു അവിടെ പറഞ്ഞത്. കാരണം നീനു അത്രയധികം അഗാധമായി പ്രണയിച്ചിരുന്നു കെവിനെ എന്നുള്ളതാണ്. കെവിനും നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു. അയാൾ വിദേശത്തൊക്കെ പോയി പൈസയൊക്കെ ഉണ്ടാക്കി ജോലി സമ്പാദിച്ച് ഇവിടെ വന്ന് ഇവിടെ വിവാഹം കഴിക്കാൻ ആ ഒരു പ്രതീക്ഷയോടെ വന്നൊരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ ഈ ദുരഭിമാന കൊല മൂലം ആ ഒരു കുടുംബത്തിന് കെവിനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ നീനുവിനെ സംബന്ധിച്ചിടത്തോളം നീനു ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കാഞ്ചനമാല സിനിമ, എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന സിനിമയിലെ കാഞ്ചനമാലയെ പോലെ ഇത്തരത്തിൽ ഈ മരിച്ച കാമുകന് വേണ്ടി ജീവിതം ഹോമിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നീനു അവിടെ വന്നത്. ഇനി മറ്റൊരു വിവാഹമില്ല, കെവിനല്ലാതെ മറ്റൊരാൾ എൻ്റെ ഹൃദയത്തിലേക്ക് തനിക്കിനി പറ്റില്ല എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ ഒരു ചെറുപ്പക്കാരിയായ ഒരു കുട്ടിയാണ്, 22 വയസ്സിലൊക്കെയാണ് ഇത് സംഭവിച്ചത്. സ്വാഭാവികമായും അതിന് ഈ ജീവിതം ഉള്ളതാണ്. അതുകൊണ്ട് കെവിൻ്റെ മാതാപിതാക്കൾ അത് മുൻകൂട്ടി കണ്ട് അവർ കുറേ വർഷങ്ങൾ കൊണ്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കി മറ്റൊരു വിവാഹത്തിലേക്ക് കൊണ്ടുപോയി. അതൊരു നല്ല ഒരു കർമ്മം തന്നെയാണ് അവർ ചെയ്തത്. കാരണം അവരുടെ പ്രായം കൂടി വരുന്നു. ഇതുപോലൊരു കുട്ടിയെ ഇനി സംരക്ഷിക്കാൻ ഇവരുടെ പ്രായാധിക്യം മൂലം പിന്നീട് പറ്റാതിരിക്കും. പിന്നെ ആ കുട്ടിയും അതിൻ്റെ ഒരു ജീവിതം മുഴുവൻ ഹോമിക്കപ്പെടാൻ അവർ അനുവദിച്ചില്ല. വയനാട് സ്വദേശിയായിട്ടുള്ള ഒരാളുമായുള്ള വിവാഹമാണ് കഴിഞ്ഞു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നത്. ഏതായാലും ഒരു കെവിൻ്റെ ആത്മാവിനടക്കം അതിൽ ഒരു സന്തോഷിക്കുന്നുണ്ടാവും. കാരണം താൻ മൂലം ഒരു കുട്ടി ഇങ്ങനെ ജീവിതം മുഴുവൻ ഹോമിക്കപ്പെടേണ്ടതല്ലല്ലോ സ്വാഭാവികമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു കെവിൻ്റെ മാതാപിതാക്കൾ ചെയ്ത ഒരു നല്ലൊരു കൃത്യമായി നല്ലൊരു കർമ്മമായി അതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് ഈ സംഭവം ഉണ്ടായ ശേഷവും ആദ്യം വന്ന വാർത്തകൾ എല്ലാം ഒരു സാധാരണ ഒരു അപകട മരണമോ അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ട്, ദുരഭിമാന കൊലയാണ് നടന്നത് എന്നുള്ളത് കൃത്യമായും മാധ്യമപ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ട് മാത്രം നടന്നൊരു സംഗതിയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ നൂറുകണക്കിന് കേസുകളിൽ മാത്രം ഒതുങ്ങി, അതിലൊന്നു മാത്രമായിട്ട് ഇത് ഒതുങ്ങിയല്ലേ. അതെ, തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത്തരം വാർത്തകളിലൂടെ അല്ലെങ്കിൽ മീഡിയ ആണ് ഇക്കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധ പുലർത്തുന്നത്. നമുക്കറിയാം ഈ ഉത്ര വധക്കേസ്, പാമ്പിനെ ഉപയോഗിച്ച് ഉത്രയെ കൊന്ന ഒരു സംഭവം കൊല്ലത്തുണ്ടായിരുന്നു. അതെ, ഞാനായിരുന്നു അന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ അവർക്ക് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അവർ SP-ക്ക് റിപ്പോർട്ട് കൊടുത്തു, അല്ലെങ്കിൽ SP-ക്ക് പരാതി കൊടുക്കാൻ പോയപ്പോൾ നമ്മളാണ് ആദ്യം അത് ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടാണ് ആ വാർത്ത അന്ന് മറ്റ് പല വാർത്തകൾക്കിടയിൽ അത് ഞെരുങ്ങിപ്പോയി, അത് പ്രാദേശിക വാർത്തകൾ കയറി പോവുകയൊക്കെ ചെയ്തു. പിറ്റേന്നാണ് അത് മറ്റ് ചാനലുകൾ ഏറ്റുപിടിക്കുകയും പിന്നീട് അത് വലിയ വാർത്തയാവുകയും അത് അയാൾക്ക് ശിക്ഷ കിട്ടുകയും ചെയ്തത്. ഒരുപക്ഷെ അത് ആരും അറിയപ്പെടാതെ പോവുകയും അവൻ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. അതായത് സ്ത്രീധനത്തിന് വേണ്ടിയും പൈസയ്ക്ക് വേണ്ടിയുമാണ് സ്വന്തം ഭാര്യയെ പാമ്പിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് വന്നത്. സൂരജ് എന്ന ചെറുപ്പക്കാരനാണ്, പത്തനംതിട്ടക്കാരനാണ്, കൊല്ലം സ്വദേശിനിയായ ഉത്ര എന്ന പെൺകുട്ടിയുടെ ജീവിതം കവർന്നത്. അത് 2 തവണ ഇത്തരത്തിലൊരു അറ്റംപ്റ്റ് നടത്തിയിട്ട് 3ാമത്തെ അറ്റംപ്റ്റിലാണ് അത് വിജയിച്ചത്.
അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള കേസുകൾ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ മീഡിയയാണ് പുറം ലോകത്തെ അറിയിക്കുന്നത്. ഒരുപക്ഷെ അതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം ഇത്തരം, അല്ലെങ്കിൽ ഇതാരും അറിയപ്പെടാതെ ഈ തെറ്റ് ചെയ്തവർ സുഖമായി വിലസുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വന്നേനായിരുന്നു. പക്ഷെ അത് പുറം ലോകം അറിഞ്ഞു, അവർക്ക് നീതി കിട്ടി, ആ കുടുംബത്തിന് നീതി കിട്ടി. ഇപ്പോൾ ആ കുട്ടിക്കൊരു ജീവിതം വന്നിരിക്കുകയാണ്. ഏതായാലും കേരള മനസാക്ഷിയെ പിടിച്ചുലച്ച ഒരു കൊലപാതകം തന്നെയായിരുന്നു. കാരണം മറ്റെന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പെൺകുട്ടികളാം അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ളവർ ചിലപ്പോൾ പ്രണയിക്കുന്നത് ഒരേ ജാതിയിൽപ്പെട്ടവരാകണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ കുടുംബത്തിന് ഇഷ്ടപ്പെടാത്ത, സാമ്പത്തികമായി അല്ലെങ്കിൽ ജാതീയമായി താഴ്ന്നതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചില കുടുംബങ്ങൾ ഇഷ്ടപ്പെടില്ല. പക്ഷേ അതിൻ്റെ പേരിലൊരു യുവാവിനെ കൊലപ്പെടുത്തുന്ന നീചമായ രീതി ആവിഷ്കരിക്കേണ്ട കാര്യമില്ല. മറ്റെന്തെല്ലാം രീതികൾ അവർക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നു. പക്ഷേ അതൊന്നും അവർ ചെയ്യാതെ ഇത്തരം ക്രൂരമായ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയത് കേരളീയ പൊതുസമൂഹം വളരെ വിഷമത്തോടെയാണ്, വളരെ സങ്കടത്തോടെയാണ് കേട്ടത്. കാരണം കെവിൻ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ക്രൂരമായ ശാരീരിക പീഡനമേറ്റിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം കാറിനകത്ത് വെച്ച് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം തെളിഞ്ഞിട്ടുണ്ട്. വളരെ ഒരു കുഞ്ഞു ചെറുപ്പക്കാരനായിരുന്നു അയാൾ. അതിനുവേണ്ടിയുള്ള ശിക്ഷ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറ്റമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കുടുംബം ചെയ്തത്, പക്ഷേ അവരിപ്പോൾ ആ കുടുംബം ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് അവരുടെ മകളെ നഷ്ടപ്പെട്ടു. കാരണം മകൾ തങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ പോലും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അത് മാത്രമല്ല, ഇനി ശിക്ഷ കഴിഞ്ഞ് വന്നാൽ പോലും ആ മകൾ ഇനി ഒരിക്കലും അവരെ അംഗീകരിക്കുകയില്ല. മറ്റൊരു ജീവിതത്തിലേക്ക് അത് കടന്നു. ഈ കുടുംബമാണ് അതിന് പ്രധാനം എന്ന രീതിയിലേക്ക് വന്നു. പലരും പറയുന്നുണ്ടാവാം, ഇത്രയും കാലം വളർത്തിയ മാതാപിതാക്കളെ അങ്ങനെ തള്ളി പറഞ്ഞു, അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ ചെയ്തത് എന്തിനാണെന്ന്. പക്ഷേ അങ്ങനെ പ്രതികരണമൊക്കെ വന്ന് ആ സമയത്ത് അങ്ങനെ പ്രതികരിച്ചവരും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. കാരണം അത് സ്വാഭാവിക കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ടാവും. കാരണം അവർ നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാകാം അങ്ങനെ ചെയ്തത്. പക്ഷേ അത് അവരെ എന്താ മനസ്സിലാക്കാത്തതെന്നൊക്കെ വരാം, സ്വാഭാവികമായിട്ടും വരാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത് ചെയ്ത രീതി അതീവ ക്രൂരമായി പോയി. കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഹോമിച്ചുകൊണ്ടല്ല അതിനുള്ള ശിക്ഷ കൊടുക്കേണ്ട, അല്ലെ തങ്ങളുടെ മകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് മറ്റ് ഒരുപാട് മാർഗ്ഗങ്ങൾ ഇവർക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവർ ഉപയോഗപ്പെടുത്താതെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഹോമിക്കുന്നത് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഉത്തരയുടെ കേസിൽ ബിനുവിൻ്റെ ഇടപെടലെന്ന് പറഞ്ഞത്, അതേപോലെ ഈ കേസിലും കെവിൻ്റെ കേസിലും അവിടെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മനോരമയുടെ അവിടുത്തെ റിപ്പോർട്ടർ വൈശാഖ് കോമാട്ട്, പേര് തന്നെ പറയാം, ഈ വൈശാഖ് കോമാട്ടിലാണെന്ന് തോന്നുന്നു ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല അതിന് റെഗുലർ ഫോളോ അപ്പ് നടത്തി ഒരു അവാർഡൊക്കെ അതിന്റെ പേരിൽ കിട്ടുകയും ചെയ്തു. തീർച്ചയായിട്ടും ഈ ഇത്തരം സംഗതികൾ ഉണ്ടാകുമ്പോൾ ഏറിയ പങ്കും ഒരു ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാതെ അതിന്റെ മറ്റു കാര്യങ്ങളില്ലാതെ ഒരു നൂറുകണക്കിന് കേസുകൾ തമസ്കരിക്കപ്പെട്ടിട്ടുണ്ടാകണം. ഈ അപൂർവം ചില കേസുകളും ഇതുപോലും ഒരു മാധ്യമ ഇടപെടൽ ഉള്ളത് കൊണ്ട് മാത്രം പുറലോകത്തറിയുകയും ചർച്ച ചെയ്യപ്പെടുകയും കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്തൊരു സംഗതിയാണ്. തീർച്ചയായിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ഇത്തരം നമ്മളീ പറഞ്ഞതുപോലെ ഇപ്പോൾ ഓരോ ദിവസവും ഈ മീഡിയ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കേരളീയ പൊതുസമൂഹം പോലും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കോലാഹലങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ അൻവർ പറയുന്നതിന് രാവിലെ മുതൽ രാത്രി വരെ അൻവറിൻ്റെ വാർത്താ സമ്മേളനം, അത് കഴിയുമ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങൾ, പിന്നെ CPM-ൻ്റെ അഭിപ്രായങ്ങൾ, മൊത്തം സംവിധാനങ്ങൾ, CPM-ൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ അവിടെ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. ഒരു കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരള രാഷ്ട്രീയത്തെ ഒന്നും സംഭവിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒന്നുമല്ല. ഭരണമാറ്റം ഉണ്ടാകുന്നു ഒന്നുമില്ല. 99 സീറ്റ് എന്നുള്ളത് 98 ആവും, അല്ലെങ്കിൽ 99 തന്നെ നിലനിർത്താൻ പറ്റും. അതിനപ്പുറം വേറൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല. പക്ഷേ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അൻവർ പറയുന്നതും തിരിച്ചു പറയുന്നതും ഒക്കെ എടുത്ത് ഇത് മാത്രം ലോകത്ത് വേറൊന്നും സംഭവിക്കാത്ത മട്ടിൽ ഇപ്പം പ്രകൃതി ദുരന്തങ്ങൾ എന്തുമാത്രം ഉണ്ടായി, ഒരുപാട് മഴ എത്ര പേരെ ബാധിക്കുന്നു, അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാനുണ്ട്. അല്ലെങ്കിൽ മറ്റ് ഓരോരുത്തരുടെ ജീവിത പ്രശ്നങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ. അതായത് ഇപ്പോൾ ഈ കെവിൻ്റെ കേസിൽ ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. അതിന്റെ പേരിൽ നിരന്തരമായി വാർത്തകൾ വന്നു, മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചു, അത് അങ്ങനെ വലിയൊരു വിഷയമായി. അത് അങ്ങനെ ഒരു സംഗതി ഇല്ലാതെ ഓരോ പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം എത്രയെത്ര കേസുകൾ വരുന്നുണ്ട്, അതിൽ എത്രയെത്ര സംഗതികൾ നമ്മുടെ മുമ്പിൽ എത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും തോന്നിയ ഒരു ജിജ്ഞാസയുടെ പേരിലായിരിക്കണം പലതും പുറം ലോകത്ത് എത്തുന്നത്. പക്ഷേ ഏറിയ പങ്കും ഇപ്പോൾ കെവിന് നീതി കിട്ടാത്ത ഒരുപാട് കെവിന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും.